ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞാണ് അവർക്ക് ജനറൽ സർവീസ്, വാട്ടർ സർവീസ് വേണം, എഞ്ചിൻ ഓയിൽ മാറ്റണം, അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഒരു പോയിൻ്റ് ഇല്ല, അത് റെഡിയാക്കണം, പ്രൊട്ടക്റ്റ് മഫ്ലർ പൊട്ടി കിടക്കേണ്ടത് അത് മാറ്റണം. അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ് അവർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് വരെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റിങ്ങും പരമാവധിയിലേക്ക് എത്തി നിൽക്കണം കേട്ടോ. ബ്രേക്ക് ലൈനർ മാറ്റി പുതിയത് ഇടുന്നതായിട്ട് വരും. അതേപോലെ ബ്രേക്ക് ക്യാം ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, ക്യാം അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ടയറാണെങ്കിൽ പുതിയ ടയറാണ് നടക്കുന്നത്, ഹബിന് വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഗിയർ ബോക്സിൽ വരുന്ന ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യാറ്, ഗിയർ ഓയിൽ നല്ല ഓയിലാണ്. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ, അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. നമുക്ക് തൽക്കാലം തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഗ്രീസിങ്ങിനായിട്ട് അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് CVT ക്ലച്ചാണ്, ബെൽറ്റ് ഡ്രൈവാണ് നമ്മുടെ വണ്ടി. അപ്പോൾ മാനുവലായിട്ട് അഴിച്ച് ചെക്ക് ചെയ്യുകയും നമുക്ക് ആവശ്യമെങ്കിൽ ഗ്രീസിങ് നടത്തുകയും വേണം. അതിന് വേണ്ടിയിട്ട് അഴിച്ചാലാണ്. ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി, ബെൽറ്റ് ഹോണ്ടയുടെ ബെൽറ്റ് കിടക്കണേ, കമ്പനി ബെൽറ്റാണ്, പുതിയ ബെൽറ്റാണ് കേട്ടോ. അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവർ, റോളർ കാര്യങ്ങൾ ചെക്ക് ചെയ്തു. ചെറിയൊരു തേമാനമുണ്ട്, പക്ഷേ കംപ്ലയിൻറ്റ്സ് എന്ന് പറയാവുന്ന രീതിയിലേക്കൊന്നും ആയിട്ടില്ല. ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വർക്കിംഗ് ഓക്കെയാണ്. ക്ലച്ച് യൂണിറ്റൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ജെർക്കിംഗ് ഒക്കെ ക്ലച്ച് സൈഡിൽ നിന്നുണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ചിൽ പറയത്തക്ക കംപ്ലയിൻറ്റ്സ് എന്ന് പറയാനുള്ളതില്ല, അതായത് പാർട്സുകളുടെ ഡാമേജോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിലില്ല, മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക, ക്ലച്ച് ഗ്രീസ് ചെയ്യുക, റീസെറ്റ് ആക്കുക, അതാണ് നമുക്ക് ക്ലച്ചിൽ തന്നെ വർക്കുള്ളൂ. പിന്നെ അത് നമുക്ക് അതിൻ്റെ കാർബറേറ്ററിൻ്റെ ഭാഗം പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ്സ് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ വേറെ പറയത്തക്ക കംപ്ലയിൻറ്റും ഇല്ല. അപ്പോൾ നിലവിൽ കാർബറേറ്റർ ക്ലീനിങ് ജനറൽ സർവീസിൽ വരുന്നതല്ല, പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാർബറേറ്റർ അഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറഞ്ഞാൽ E20 പെട്രോളാണ്, എത്തനോളാണ് 20%. അപ്പോൾ അത് കോമൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഒട്ടുമിക്ക വണ്ടികളിലും കാർബറേറ്റർ കംപ്ലയിൻ്റ് ഉണ്ട്. കാർബറേറ്ററിൻ്റെ കംപ്ലയിൻ്റ് എങ്ങനെ കാണിക്കണമെന്ന് വെച്ചാൽ പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻ്റ് ആയിട്ടാണ് മെയിനായിട്ട് വരാം. പിന്നെ മിസ്സിങ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, അങ്ങനത്തെ പ്രോബ്ലംസ്. ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാർബറേറ്റർ ക്ലീൻ ചെയ്താലും കിട്ടാറില്ല, മാറ്റി പുതിയത് വെക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിലും കാർബറേറ്റർ അഴിക്കാതിരിക്കണമാണ് കുറച്ചുകൂടി ബെറ്റർ. ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലെ കാർബറേറ്റർ ക്ലീനിങ് ഇല്ല, അത് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ട വർക്കാണ്. ഏകദേശം 550 രൂപ ഒക്കെ മിനിമം നമുക്ക് ചാർജ് വരുന്ന കേസാണ്. പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ടും വേറെ പ്രോബ്ലംസ് കംപ്ലയിൻ്റായിട്ട് കസ്റ്റമർ പറയാത്തത് കൊണ്ടും നമ്മളത് അഴിക്കുന്നില്ല കേട്ടോ. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ നോക്കി, ഈ സൈഡിൽ ഓയിൽ ലീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൈയോടെ തന്നെ ആ ഗ്യാസ്കറ്റ് മാറ്റി കളയാം, കാരണം അവിടെ താഴേക്ക് ഓയിൽ ചാടി തുടങ്ങിയിട്ടുണ്ട്. ആ ഗ്യാസ്കറ്റ് മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ അതേപോലെ നമ്മൾ ഈ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഗ്രീൻ ബുഷൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് തരണം. ഇവിടെ വരുന്ന ഷോക്കിൻ്റെ ബുഷ്, അതേപോലെ ലിങ്ക് ബുഷൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. കോളർ മാത്രമാണ് ചെറിയൊരു പ്രശ്നമായിട്ട് കാണിക്കുന്നത്. ഈ സൈഡ് ഒരല്പം പ്ലേ കൂടുതലുണ്ട്, അപ്പോൾ അത് ഒന്ന് അഴിച്ചു നോക്കാം. പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് ഇപ്പുറത്തെ അപേക്ഷിച്ച് ആ സൈഡ് കംപ്ലയിൻ്റ് ആണ് കേട്ടോ. ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്, അത് നോക്കിയിട്ട് നമുക്കത് ആവശ്യമെങ്കിൽ മാറ്റാം. കാരണം അതല്ലെങ്കിൽ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ടയർ വെട്ടി തേഞ്ഞു. ഓൾറെഡി ഫ്രണ്ട് ടയർ റൈറ്റ് സൈഡ് തേമാനം കൂടുതലായിരിക്കും, പിന്നെ ബുഷ് കൂടി പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോകും. ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യണം. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ടയറൊക്കെ ആയാലും പുതിയ ടയർ അടക്കണം, വലിയ പഴക്കമായിട്ടില്ല. പിന്നെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ബ്രേക്കിൻ്റെ കേബിൾ ലോഡായിട്ട് നിൽക്കുക. 2 ബ്രേക്ക് കേബിളും ലോഡായിട്ട് കൊണ്ട് തന്നെ ബ്രേക്ക് ക്ലിയർ അല്ല. ബ്രേക്ക് നമ്മൾ കല്ലം ബ്രേക്ക് പോലെ നിൽക്കും, വണ്ടി ബ്രേക്ക് പിടിച്ചാൽ നിൽക്കാത്തൊരു കണ്ടീഷൻ, അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് കാണിക്കുന്നുണ്ട്. അത് കേബിളിൻ്റെ ആണ്, അപ്പോൾ അത് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോയിൻ്റ് ഇല്ല, അത് ബൾബ് പോയേക്കണതാണ്. ഈ ബൾബിൽ തന്നെയാണ് 2 പോയിൻറ്റും തന്നെ, അപ്പോൾ അതുകൊണ്ട് ബൾബ് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ ബാറ്ററി 2021 ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കണേ. വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9 വോൾട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വോൾട്ട് താഴേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാം. 2021 ബാറ്ററി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 4 വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 5ാമത്തെ കൊല്ലമാണ് ഇപ്പോൾ ബാറ്ററിയുടെ. അപ്പോൾ എന്തായാലും മാക്സിമം ഉപയോഗിക്കാൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് മാറ്റുന്നുണ്ട്, എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്, സൈലൻസിൻ്റെ മുകളിൽ ഒരു പ്രൊട്ടക്റ്റ് കവർ പിടിപ്പിക്കുന്ന വേണ്ട. അത്രയാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കണം കേട്ടോ, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.